കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഉടൻ. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആവശ്യപ്പെട്ടു. സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2:45 ശിക്ഷാവിധി പറയും. വിശദാംശങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, രാജ്യമേറെ ശ്രദ്ധിച്ച ഒരു കേസാണിത്. വളരെ ദാരുണമായൊരു മരണം സംഭവിച്ച പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ വേണമെന്ന് രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെട്ടതുമാണ്. നിയമവിദഗ്ധരുടെ അഭിപ്രായം എന്താണ്? പരമാവധി ശിക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? കോടതി പരിസരത്ത് വിധി കേൾക്കാനായി നിരവധി പേരെത്തിയിട്ടുണ്ടോ? മോത്തി, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2:45 സിയാൽദ കോടതി പ്രസ്താവിക്കുന്നതായിരിക്കും. സിയാൽദ കോടതിയിൽ രാവിലെ ജഡ്ജി അനിർബൻ ദാസിന് മുമ്പാകെ ശിക്ഷ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ വാദം നടന്നിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നും CBIയുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു. കാരണം വളരെയധികം രാജ്യത്തിൻ്റെ ഒരു അസറ്റായി മാറാവുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് അതിപൈശാചികമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രതിക്ക് അല്ലെങ്കിൽ ഈ കേസിലെ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സഞ്ജയ് റോയ്ക്ക് ഈ വധശിക്ഷ നൽകണമെന്നും CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. സഞ്ജയ് റോയിയുടെ വാദവും ഇന്ന് കോടതി കേട്ടു. അദ്ദേഹം പറഞ്ഞത് താൻ ഈ കേസിൽ നിരപരാധിയാണ്, തന്നെ ഈ കേസിൽ പെടുത്തിയതാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ സഞ്ജയ് റോയ്ക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്ന് ജഡ്ജി അനിർബൻ റോയും വ്യക്തമാക്കുകയും ചെയ്തു. ഈ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതെന്നും ജഡ്ജി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ പ്രതിക്ക് വധശിക്ഷ നൽകരുതെന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വാദം ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഈ പ്രതിക്കും മുമ്പ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തുള്ള ഒരു പശ്ചാത്തലമില്ല എന്നും അതുപോലെ തന്നെ ഈ പരിവർത്തിതനാകാൻ ഈ പ്രതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം കോടതിയിൽ ഈ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ഈ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് ഉച്ചയ്ക്ക് 2:45 ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്ന് സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബൻ ദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ, അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ ലഭിക്കുക എന്ന കാര്യത്തിൽ കോടതി നൽകുക എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. മോത്തി, തീർച്ചയായിട്ടും ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. 2:45 ശിക്ഷാവിധി പറയുക. സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി തെളിവുകളടക്കം ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ പരമാവധി ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം പ്രതിയുടെ മാതാവ് പോലും പറയുന്നത് കൊലക്കയർ കിട്ടിയാലും തൃപ്തയാണ് എന്നതാണ്. പരമാവധി ശിക്ഷ ലഭിക്കട്ടെ തൻ്റെ മകൻ എന്ന് തന്നെയാണ് ഈ അമ്മയും പറയുന്നത്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാതാവിൻ്റെ അഭിപ്രായവും ഇതായിരുന്നു. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിയ അതിദാരുണമായൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. 2:45 വിധി വരും.